ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കാനിയ ട്രക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ വണ്ടി 2019 മോഡൽ വണ്ടിയാണ് കേട്ടോ. സ്കാനിയ G460. അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ വിശേഷങ്ങളുമായി പെട്ടെന്ന് വരുന്നതായിരിക്കും. ഞാൻ റിവ്യൂ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ നമ്മുടെ നാട്ടിൽ RC ബുക്ക് എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ബുലിക്കുക എന്ന് പറയും, കണ്ടില്ലേ, ബ്രസീൽ സ്കാനിയ G460. ഇനി വണ്ടിയുടെ ഇന്ത്യയിൽ ഞാൻ കാണിക്കാം. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് മോഡൽ ട്രക്കുകളൊക്കെ ഒരുവിധം നമ്മുടെ കാറിൽ എന്തൊക്കെ ഫീച്ചേഴ്സുള്ള അതിനോട് കിടപ്പിടിക്കുന്ന രീതിയിലാണ്. അത്ര ഇല്ലെങ്കിൽ പോലും ഒരു 75%. കാരണം കണ്ടില്ലേ, ഇതിൻ്റെ സ്റ്റിയറിംഗെ കാണുന്നത്, ഇതിൻ്റെ എല്ലാ മറ്റുള്ള എന്താ പറയുക, ഹാൻഡ് ഫ്രീ, സ്റ്റീരിയോ വോളിയം കൺട്രോള്, അതുമാതിരി നമ്മുടെ സ്പീഡ് സെറ്റ് ചെയ്യാനുള്ളത്, ഇതൊക്കെ ഇതിലെ പറഞ്ഞത്. എന്ന് മാത്രമല്ല ഇതിൻ്റെ ഗിയർ കണ്ടില്ലേ, ലിവറിലാണ്. എൻ്റെ ഗിയറിൽ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ലിവർ കണ്ടില്ലേ, കൊടുത്തിട്ടുള്ള ന്യൂട്രൽ, അതെല്ലാവർക്കും അറിയാം. അടിക്ക് D കൊടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഫോർവേഡ് ഉള്ളത്. പിന്നെ അപ്പുറത്തെ സൈഡ് അതിപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങനെ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്, 6 കാണുന്നുണ്ട് ഇല്ലേ, റിവേഴ്സ്, ഇതൊക്കെയാണ്. ഇത് ഓട്ടോമാറ്റിക് അവർക്കറിയാം, ഞാൻ പറയണത് മാത്രം കേട്ടോ. നല്ല സൗകര്യമുള്ള വണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വോൾവോൻ്റെ റിവ്യൂ എടുത്തിരുന്നു. അതേപോലെ അത്രയില്ല, ഇതിനാണ് കുറച്ചും കൂടി സൗകര്യമുള്ള വണ്ടിയാണ് വോൾവോ. ഇതിലും നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് കയറി നിന്നാലും തലമുട്ടില്ല. ഇതിൻ്റെ എന്താ പറയുക, ഇതിവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇതിവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിൽ ബോക്സ് രണ്ടെണ്ണമുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് കാണുന്നത് ഫ്യൂസ് ബോക്സാണ്, ഈ റൈറ്റ് സൈഡ് കാണുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല സൗകര്യമുള്ള വണ്ടി തന്നെയാണ് ഇത് ബർത്ത്. പക്ഷേ വോൾവോടെ നല്ല സൗകര്യം, ഇതിനാണ് കൂടുതൽ സൗകര്യം. കാരണം ഇതിന് ഫ്രിഡ്ജൊന്നുമില്ല, ഉണ്ടല്ലേ, ഇതിന് ഫ്രിഡ്ജൊന്നുമില്ലാത്ത വണ്ടിയാണ്. ബാക്കി ഒക്കെ എല്ലാം മറ്റുള്ള വണ്ടിയിൽ ഉള്ളതുപോലൊക്കെ ഇതിൽ തന്നെയുണ്ട്. ഇത് 12 വോൾട്ടിൻ്റെ 24 വോൾട്ടിൻ്റെ നമ്മുടെ 12 വോൾട്ടിൻ്റെ നമ്മുടെ ചാർജർ, മൊബൈൽ ചാർജർ. അപ്പോൾ അങ്ങനെ ഈ മുകളിൽ കാണുന്നത് നമ്മുടെ ID പഞ്ച് ചെയ്യണം. ഒരു ID എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ID ഉണ്ട്. അതിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യണം, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. കണ്ടില്ലേ, ഇത് പാർക്കിംഗ് ബ്രേക്ക് P. നേരത്തെ പറഞ്ഞ പോലെ വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ എടുക്കാനായിട്ടുള്ളത് ഇല്ല. ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ സൗണ്ട് ബൂഫർ. ഞാൻ നേരത്തെ കാണിച്ചിട്ട് പറയാൻ വിട്ടുപോയതാണ്, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നില്ല എന്താണ്. ഇതിവിടെ ഒരു ബോക്സ് ഉണ്ട്, അവിടെ ഒരു ബോക്സ് ഉണ്ട്, അടി ബോക്സ്, 3 ബോക്സ്, നേരത്തെ പറഞ്ഞ പോലെ. വേറെ അതിന് പ്രത്യേകിച്ച് നേരത്തെ പറയാനില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.